Opening hours with MyFin. ഗുഡ് മോർണിംഗ് വ്യൂവേഴ്സ്. ഓപ്പണിംഗ് അവേഴ്സ് വിത്ത് മൈഫിൻ്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗുഡ് മോർണിംഗ് സൂര്യ സാർ. ഹാപ്പി മോർണിംഗ് വിഷ്ണു. ഏതായാലും മാർക്കറ്റിനെ സംബന്ധിച്ച് ഇന്നലത്തെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു നേട്ടത്തിലൊരു ക്ലോസിംഗ് ആയിരുന്നു എടുത്തത്. എസ്പെഷ്യലി ഇന്നലെ ഡിഫൻസ് ഓഹരികളിലൊക്കെ വലിയ രീതിയിലൊരു മുന്നേറ്റം കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് മാർക്കറ്റിലോട്ട് വരുമ്പോൾ നല്ലൊരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു മണിക്കൂറിൽ ട്രേഡിംഗ് തുടരുന്നത്. 25,280 എന്നൊരു നിലയിൽ 62 പോയിന്റ് ഇടിവാണ് നിഫ്റ്റി 50യിൽ കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റി ബാങ്കിങ് ഇൻഡെക്സിലോട്ട് വരുമ്പോൾ 59,428 എന്നൊരു നിലയിൽ, അതായത് 170 പോയിന്റിൻ്റെ ഒരു ഇടിവാണ് ഈ ഒരു ആദ്യ മണിക്കൂറിൽ മാർക്കറ്റ് ഇപ്പോൾ രേഖപ്പെടുത്തുന്നതായിട്ട് കാണുന്നത്. സെക്ടറൽ പെർഫോമൻസ് അല്ലെങ്കിൽ ബ്രോഡർ മാർക്കറ്റ് ഇൻഡെക്സിലോട്ടൊക്കെ വരുമ്പോൾ ഒരു മിക്സഡ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആണ് തുടക്കം മണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി ഇന്നലത്തെ ക്ലോസിംഗ് നമ്മൾ US മാർക്കറ്റിലോട്ട് വരുമ്പോൾ കാണാൻ സാധിച്ചത് S&P 500നെ സംബന്ധിച്ച് ആദ്യമായ ഒരു 7,000 എന്നൊരു നില ടച്ച് ചെയ്ത് ഒരു ഓൾ ടൈം ഹൈ ടച്ച് ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇന്നലത്തെ ക്ലോസിംഗ് എടുക്കുമ്പോൾ ഡൗ ജോൺസ് ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു നേട്ടമായിരുന്നു രേഖപ്പെടുത്തി. S&P അതുപോലെ തന്നെ ഒരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലോസിംഗ് ആണ് എടുത്തത്. നാസ്ഡാക്കിൽ 0.17% ഒരു നേട്ടവുമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അവിടുത്തെ ഓഹരികളിലോട്ട് വരുമ്പോൾ മെറ്റയുടെ കാര്യത്തിലോട്ട് വരുമ്പോൾ പാദഫലങ്ങൾക്ക് പിന്നാലെ 10% ഉയർച്ച രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ക്ലൗഡ് ബിസിനസ്സിൽ എന്നാൽ ഒരു ഇടിവ് കാണിച്ചതിനെ തുടർന്ന് മൈക്രോസോഫ്റ്റിൻ്റെ ഓഹരികൾ ഇടിവാണ് രേഖപ്പെടുത്തിയത്. ഇന്ന് ആപ്പിളിൻ്റെ റിസൾട്ടൊക്കെ വരുന്നൊരു ദിവസം കൂടിയാണ് US മാർക്കറ്റിനെ സംബന്ധിച്ച്. സാർ, നമ്മൾ ഇന്നലത്തെ ഒരു മാർക്കറ്റിൽ അല്ലെങ്കിൽ ഓപ്പണിംഗ് അവേഴ്സിൻ്റെ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു FOMC യോഗ തീരുമാനങ്ങൾ അറിയാൻ സാധിക്കുമെന്ന്. ഏതായാലും യോഗ തീരുമാനങ്ങൾ വന്നത് ഒരു മാറ്റമില്ലാത്തുള്ളൊരു റേറ്റ് കട്ടിനൊരു മാറ്റമില്ല എന്ന രീതിയിലാണ് വന്നിരിക്കുന്നത്. ഏതായാലും എക്കോണമിയെക്കുറിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കമൻസൊക്കെ ചെയർമാൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ ഈ ഒരു FOMC യോഗ തീരുമാനങ്ങൾക്ക് പിന്നാലെ ആ ഒരു വാർത്തയെ തുടർന്ന് മാർക്കറ്റിൽ ഇപ്പോൾ എന്താണുള്ളത്? വിഷ്ണു, ഞാൻ ആദ്യം തന്നെ ചെറിയൊരു കാര്യം പറയാം. കാര്യം ഇന്നിപ്പോൾ നമുക്ക് ഇന്ന് വ്യാഴാഴ്ച, നാളെ വെള്ളിയാഴ്ചയും കൂടെ ഒരു ഒരു വീക്ക് ഡേ ട്രേഡിംഗ് ഡേ ഉള്ളൂ. അത് കഴിഞ്ഞ് നമുക്ക് സൺഡേ സ്പെഷ്യൽ ഷോ ആണ്, അല്ലെങ്കിൽ സ്പെഷ്യൽ ഡേ ആണ്. ബഡ്ജറ്റിൻ്റെ അന്ന് ഒരു സ്പെഷ്യൽ മാർക്കറ്റ് അന്ന് ട്രേഡിംഗ് ഡേ ആയിട്ട് ഡിക്ലെയർ ചെയ്യുകയും ഓപ്പൺ ആക്കുകയും കൂടെ ചെയ്തു എന്നുള്ള കാര്യങ്ങൾ നമുക്കറിയാമല്ലോ. ഞാനൊരു കാര്യം എനിക്ക് ഇന്ന് പ്രേക്ഷകരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കാര്യം അറിയും. ഞാനിപ്പോൾ പറഞ്ഞല്ലോ, എൻ്റെ ക്യാപിറ്റൽ മാർക്കറ്റിലെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഒരു ഫണ്ട് മാനേജർ എന്നുള്ള രീതിയിലാണ്. ഫണ്ട് മാനേജർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യൻ കണ്ടെക്സ്റ്റിൽ ഫണ്ട് മാനേജർ അല്ലെങ്കിൽ വെൽത്ത് മാനേജർ എന്ന് പറയുന്നതിൻ്റെ ലൈസൻസ് എന്ന് പറയുന്നത് പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് ലൈസൻസാണ്. അതായത് പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് സർവീസസ് ഒരു കമ്പനി നമ്മൾ തുടങ്ങണമെങ്കിൽ നമ്മുടെ കമ്പനിയുടെ നെറ്റ്വർത്ത് മിനിമം 5 കോടിയെങ്കിലും വേണം. 5 കോടി കൂടാതെ ആ കമ്പനിയുടെ ഫണ്ട് മാനേജറിന് അറ്റ്ലീസ്റ്റ് 10 കൊല്ലത്തെ മാർക്കറ്റ് എക്സ്പീരിയൻസ് ഉണ്ടാവണം. മാർക്കറ്റിൽ വേറെ ഒരു കേസുകളും ഒന്നും പാടില്ല. അന്നിങ്ങനെ ഒരുപാട് ഫിറ്റ് ആൻഡ് പ്രോപ്പർ ക്രൈറ്റീരിയൻ നോക്കിയിട്ടാണ് നമുക്ക് പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് ലൈസൻസ് തരുന്നത്. ഈ ലൈസൻസ് തരുന്നതിന് മുമ്പേ നമ്മൾ ലൈസൻസിന് അപ്ലൈ ചെയ്യാൻ നേരത്ത് സെബി പറയുന്ന എല്ലാ പേപ്പറും, എല്ലാ ഡോക്യുമെന്റ്സും, കോംപ്ലയൻസ് സർട്ടിഫിക്കറ്റും, ഈ ബാങ്കിൽ ഈ 5 crore നെറ്റ്വർത്ത് ഉണ്ട് എന്നുള്ള ബാങ്കിന്റെ സർട്ടിഫിക്കറ്റ് സീൽഡ് കവറിലും ഒക്കെ കൊടുത്ത് നമ്മൾ സെബിക്ക് അയച്ചു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഡേറ്റിൽ സെബിയുടെ ഒഫീഷ്യൽസ് നമ്മുടെ ഓഫീസിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറിലേക്ക് വന്നിട്ട് നമ്മുടെ അസറ്റ്സിനെ അവർ ഓഡിറ്റ് ചെയ്യുമ്പോൾ ഫണ്ട് മാനേജർ ആരാണ്, ഫണ്ട് മാനേജറിന്റെ എക്സ്പീരിയൻസ് എങ്ങനെയാണ് നമ്മുടെ റിസർച്ച് ആക്ടിവിറ്റി, എന്തൊക്കെ സോഫ്റ്റ്വെയറും ടൂൾസും നമ്മൾ യൂസ് ചെയ്യും, അത് കൂടാതെ തന്നെ ഈ പറയുന്ന പോലെ നമുക്ക് വെൽ എസ്റ്റാബ്ലിഷ്ഡ് കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ് ഉണ്ടോ, റിസർച്ചിനുള്ള സോഫ്റ്റ്വെയർ ഉണ്ടോ, മാൻ പവർ ഉണ്ടോ, കംപ്ലയൻസിനുള്ള ആൾക്കാരുണ്ടോ, ഇതെല്ലാം അവർ നോക്കി തറവായിട്ടുള്ളൊരു ഓഡിറ്റ് നടത്തിയതിന് ശേഷം മാത്രമാണ് പോർട്ട്ഫോളിയോ മാനേജ്മെന്റിന്റെ ലൈസൻസ് അവർ ഇഷ്യൂ ചെയ്യുന്നതെന്നുള്ള. ഈ പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഫിഡ്യൂഷ്യറി റെസ്പോൺസിബിലിറ്റിയാണ്. അതായത് നമുക്ക് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതായത് ആരാണോ നമുക്ക് പൈസ തരുന്നത് അവരോട് നമുക്കൊരു കമ്മിറ്റ്മെന്റ് ഉണ്ട് എന്നുള്ളതാണ്. എന്നിട്ട് അത് മാത്രമല്ല, ഒരു പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് എഗ്രിമെന്റ് ആണ്. ഒരു ക്ലയന്റ് ഇപ്പോൾ പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് സർവീസസ് ആർക്കാണ് ഇത് ഉപയോഗപ്പെടുന്നതെന്നറിയോ? അതായത് മാർക്കറ്റിലെ ഹൈ നെറ്റ്വർത്ത് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ്, അതായത് വളരെ പ്രീമിയം ലെവലിൽ ജീവിക്കുന്നവർക്ക്, അവർക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് താല്പര്യമുണ്ട്. പക്ഷെ അവർക്ക് മാർക്കറ്റിനെ കുറിച്ച് ഒരു അറിവോ അല്ലെങ്കിൽ അതിനുവേണ്ടി ചെലവാക്കാനുള്ള സമയമോ ഇല്ലെങ്കിൽ അവരവരുടെ ഇൻവെസ്റ്റ്മെന്റ്സ് ഒരു പോർട്ട്ഫോളിയോ മാനേജറിനെ ഏൽപ്പിക്കാം. അതിന്റെ മിനിമം ഇൻവെസ്റ്റ്മെന്റ് 50 ലക്ഷത്തിന് മുകളിൽ, 50 ലക്ഷം മിനിമം, അതിന് മുകളിലോട്ട് എത്ര വേണമെങ്കിലും ആവാന്നാണ്. ആ 50 ലക്ഷത്തിന്റെ പൈസ ഒരു ട്രാൻസ്ഫർ ആയിട്ടോ ചെക്കായിട്ടോ DD ആയിട്ടോ ഒരു പോർട്ട്ഫോളിയോ മാനേജർക്ക് കൊടുക്കുന്നു. ഒരു പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് എഗ്രിമെന്റ് സൈൻ ചെയ്യുന്നു. ആ പൈസ ഫണ്ട് മാനേജർ എന്ന രീതിയിൽ എൻ്റെ ടേബിളിലേക്ക് വരുന്നു. ഞാൻ ഡിസൈഡ് ചെയ്യുന്നു ഇവർക്ക് എന്ത് പോർട്ട്ഫോളിയോ ഉണ്ടാക്കി കൊടുക്കണം. അതിന് അവരുടെ റിസ്ക് റിട്ടേൺ പ്രൊഫൈല്, അവരുടെ ഏജ്, അവരുടെ എയിം,
അവരുടെ എന്താ പറയുക എന്താണ് അവരുടെ വെൽത്ത് ക്രിയേഷൻ ഒബ്ജക്റ്റീവ് എന്നൊക്കെ മനസ്സിലാക്കി അതിനനുസരിച്ച് ഒരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യണം. അതിനകത്ത് വേണമെങ്കിൽ അസറ്റ് അലോക്കേഷൻ ചെയ്യാം, ഗോൾഡ് ഇൻക്ലൂഡ് ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്ത് ഏതൊക്കെ സ്റ്റോക്സ് മിഡ് ക്യാപ്പിൽ കൂടുതൽ വേണോ, ലാർജ് ക്യാപ്പ്, ഇതെല്ലാം എപ്പോൾ വാങ്ങിക്കണം, ഏത് വിലയ്ക്ക് വാങ്ങിക്കണം, എത്ര നാൾ ഹോൾഡ് ചെയ്യണം, എപ്പോൾ സെല്ല് ചെയ്യണം എന്നൊക്കെ ഉള്ളത് തീരുമാനിക്കുന്നത് അബ്സല്യൂട്ട്ലി ഞാനാണ്. ഞാനെന്ന് പറഞ്ഞാൽ ആ പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് സർവീസസിന്റെ ഫണ്ട് മാനേജർ. ഈ പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് സർവീസസ് ഒരു ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വലിന്റെ പ്രോഡക്റ്റ് ആണ്. 50 ലക്ഷം അതിന് മുകളിലും. സാധാരണക്കാരന്റെ സർവീസ് എന്ന് പറയുന്നത് മ്യൂച്വൽ ഫണ്ട്. മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് നമുക്ക് 500 രൂപ മുതൽ 1000 രൂപ മുതൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, ക്ഷമിക്കണം. എന്നാൽ പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് സർവീസ് 50 ലക്ഷത്തിന് മുകളിലാണ്. ഒരു പോർട്ട്ഫോളിയോ മാനേജർ ആ ഇൻവെസ്റ്ററിന്റെ പോർട്ട്ഫോളിയോ മാനേജ് ചെയ്യുന്നത് എന്തൊക്കെ മേടിച്ചു വിറ്റു എന്നൊക്കെ ഉള്ളത് ടൈംലി ആയിട്ട് റിപ്പോർട്ട് ചെയ്യണം. അതൊരു ഇമെയിൽ വഴിയോ ടെലിഫോൺ കോൾ വഴിയോ റിപ്പോർട്ട് ചെയ്യണം. അത് ആ ഇൻവെസ്റ്റർ അറിഞ്ഞിരിക്കണം എന്നാണ്. ഈ സർവീസിന് പോർട്ട്ഫോളിയോ മാനേജറിന് ആ ഇൻവെസ്റ്ററിന്റെ കയ്യിൽ നിന്ന് ഫീസ് മേടിക്കാം. ആ ഫീസ് എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് ഫീയും ആയിരിക്കും. അത് മാത്രമല്ല ഒരു പെർഫോമൻസ് പറഞ്ഞാൽ മേ ബി ഒരു കൊല്ലം 10% റിട്ടേണിൽ മുകളിൽ തരികയാണെങ്കിൽ ആ 10% മുകളിൽ തരുന്ന റിട്ടേണിന്റെ 20%, 10%, 15% എന്നൊക്കെ പ്രോഫിറ്റ് ഷെയറിംഗ് ആണ് തരുന്നത്. ഞാനിത് പറഞ്ഞു വെച്ചത് പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് സർവീസസ് എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കാനല്ല. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു പോർട്ട്ഫോളിയോ മാനേജർക്ക് എന്തിനാണ് പൈസ തരുന്നത്? അതായത് ഇത്രയും ഫീസ് കൊടുത്ത് എനിക്ക് പൈസ തരുന്നത്, അല്ലെങ്കിൽ ഒരു സാധാരണക്കാരൻ ചെറിയൊരു പ്രോഡക്റ്റ് തന്നെ എടുക്കാം, മ്യൂച്വൽ ഫണ്ടിന് ഒരു മാനേജ്മെന്റ് ഫീ കൊടുത്ത് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്തിനാണ്? ഇതൊക്കെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ബെഞ്ച് മാർക്ക് ഇൻഡിസസിനെ കാട്ടിലും നന്നായിട്ട് പെർഫോം ചെയ്യുകയാണ്. ബെഞ്ച് മാർക്ക് ഇൻഡിസസ് എന്ന് പറയുമ്പോൾ നമ്മൾ BSE 30 അല്ലെങ്കിൽ നിഫ്റ്റി 50, ഇത് രണ്ടുമാണ് മാനദണ്ഡമെങ്കിൽ ആൾക്കാർക്ക് നേരെ പോയി നിഫ്റ്റി 50 ഇങ്ങ് മേടിച്ചാൽ പോരെ, അല്ലെങ്കിൽ നിഫ്റ്റി 50യുടെ ETF ഇങ്ങ് മേടിച്ചാൽ പോരെ. നിഫ്റ്റി 50യുടെ അതേ പെർഫോമൻസ് ആണ് വേണ്ടതെങ്കിൽ നമ്മൾ നേരെ പോകുന്നു മാർക്കറ്റിൽ നിഫ്റ്റി 50യുടെ ETF മേടിക്കുന്നു. നിഫ്റ്റിയിൽ എന്ത് റിട്ടേൺ കിട്ടണോ അത് മിറർ ചെയ്ത് ETF കിട്ടുന്നു. അത് സാറ്റിസ്ഫൈഡ് ആവാന്നല്ല. നമ്മൾ ഒരു സർവീസിന് ഫീസ് കൊടുത്ത്, അത് മ്യൂച്വൽ ഫണ്ടിലാണെങ്കിൽ ചെറിയ തോതിൽ ഫീ, പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് സർവീസസിലാണെങ്കിൽ ലാർജർ ഫീ കൊടുത്തിട്ട് നമ്മൾ തരുന്നത് എന്താ? നിഫ്റ്റിയെക്കാട്ടിലും ഒരു ഔട്ട് പെർഫോമൻസ് പോർട്ട്ഫോളിയോകളിൽ ഉണ്ടാവണം എന്നുള്ള കാരണത്തിൽ ഒന്ന്. രണ്ടാമത്, നിഫ്റ്റി മൈനസ് ആണെങ്കിൽ പോലും അതിനെക്കാട്ടിലും ബെറ്റർ ആയിട്ടുള്ള ഒരു റിട്ടേൺ പോർട്ട്ഫോളിയോയിൽ ഉണ്ടാവണം, അല്ലേ? എന്ന് പറഞ്ഞ് പല സാഹചര്യങ്ങളിലും നിഫ്റ്റി നല്ല രീതിയിൽ ഇടിഞ്ഞ് താഴെ ഒരു യുദ്ധം ഉണ്ടാവുന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂ ഉണ്ടാവുന്നു, കോവിഡ് പോലെ ഇഷ്യൂ ഉണ്ടാവുമ്പോൾ ഒരു നിഫ്റ്റി നല്ല രീതിയിലേക്ക് താഴെ പോകുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ പോർട്ട്ഫോളിയോസ് താഴെ പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പൊ നമ്മളിപ്പോൾ ലാസ്റ്റ് ഒരു കൊല്ലം നോക്കുകയാണെങ്കിൽ നമ്മുടെ ഒക്ടോബർ 2024 മുതൽ നമ്മളെ പോലത്തെ മീഡിയക്കാരും ബാക്കി നമ്മൾ പറയുന്നത് മാർക്കറ്റ് ശരിയല്ല, മാർക്കറ്റ് മോശമാണ്, മാർക്കറ്റ് റിട്ടേൺ ഒന്നും തന്നില്ല. കാര്യം നോക്കൂ, നിഫ്റ്റി അത്രയ്ക്കായിരുന്നു, 26,000 ചെല്ലുവാനമായിരുന്നു, ഇപ്പൊ നോക്കുമ്പോൾ 25,000 അടുത്താണ്, ലാസ്റ്റ് ഒരു കൊല്ലമായിട്ട് ഒന്നും ചെയ്യുന്നില്ല. നമ്മൾ ഈ ആർഗ്യൂ ചെയ്യുന്ന പോയിന്റ് ഏതാ? ഈ നിഫ്റ്റി എന്ന് പറയുന്ന ബെഞ്ച് മാർക്ക് ആയിട്ടുള്ള ഒരു ബാരോമീറ്ററിന്റെ കാര്യത്തിൽ മാത്രമാണ്. രണ്ടാമത്, എവിടെയാണ് നമുക്ക് സങ്കടം വരുന്നത്? നമ്മൾ പിടിച്ച ഷെയർ കയറിയിട്ടില്ല. നമ്മൾ പിടിച്ച ഷെയർ കയറിയിട്ടില്ല എന്നുള്ളതും നിഫ്റ്റി മൈനസ് ആണ് എന്നുള്ളതാണ് നമ്മളെ ഫ്രസ്ട്രേറ്റഡ് ആക്കാനുള്ള കാരണം. ശരിയല്ലേ? ഞാൻ ഇൻക്ലൂഡിങ്, അല്ലെങ്കിൽ വിഷ്ണു ഇൻക്ലൂഡിങ്, നമ്മുടെ പ്രേക്ഷകർ ഇൻക്ലൂഡിങ്, ഞാൻ ജനറലി പറയുകയാണ്. പക്ഷെ എല്ലാവരും അങ്ങനെയാണെന്നല്ല, ഞാനൊരു സാമ്പിൾ സൈസ് എടുത്ത് പറയുന്നത്. നമ്മുടെ വിഷമം കംപ്ലീറ്റ് എന്താ? നിഫ്റ്റിയും നന്നായിട്ട് പെർഫോം ചെയ്തില്ല, നമ്മൾ പിടിച്ച ഷെയറും പെർഫോം ചെയ്തില്ല. എന്നാൽ മാർക്കറ്റിൽ വേറെ ഷെയർസ് പെർഫോം ചെയ്തിട്ടുണ്ടോ? 100% റിട്ടേൺ വന്ന ഷെയർസ് വരെ മാർക്കറ്റിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഏതെങ്കിലും ഫണ്ട് മാനേജറോ ഏതെങ്കിലും ഇൻവെസ്റ്ററോ ആ സെറ്റ് ഓഫ് ഫണ്ട്സ് ആണ്, അല്ലെങ്കിൽ ആ സെറ്റ് ഓഫ് സ്റ്റോക്സ് ആണ് മേടിച്ചിരിക്കുന്നതെങ്കിൽ അവർക്ക് കംപ്ലൈന്റ് ഉണ്ടോ? ഇല്ല. അവരെ സംബന്ധിച്ച് റുപ്പിയുടെയും കംപ്ലൈന്റ് ഇല്ല, ഡോളറിന്റെയും കംപ്ലൈന്റ് ഇല്ല, യെന്നിന്റെയും കംപ്ലൈന്റ് ഇല്ല, ഇൻട്രസ്റ്റ് റേറ്റിന്റെ കംപ്ലൈന്റ് ഇല്ല, ഇൻഫ്ലേഷന്റെ കംപ്ലൈന്റ് ഇല്ല, ഇറാൻ പ്രശ്നമല്ല, വെനിസ്വേല പ്രശ്നമല്ല, ട്രംപ് പ്രശ്നമല്ല, ടാരിഫ് പ്രശ്നമല്ല, EU പ്രശ്നമല്ല, ഒരു കാര്യവും പ്രശ്നമല്ല. എന്തുകൊണ്ട്? അവരുടെ കയ്യിലിരിക്കുന്ന ഷെയർസ് എല്ലാം പെർഫോം ചെയ്യുന്നുണ്ട്, നമ്മുടെ കയ്യിലുള്ള ഷെയർസ് പെർഫോം ചെയ്തില്ല എന്നുള്ളതാണ്. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മളെ വേണ്ടി, ഞാൻ 2026 തുടക്കവും ഞാൻ ഇത് പറഞ്ഞിരുന്നു, ബഡ്ജറ്റിന്റെ സമയത്തും ഞാൻ ഒന്നുകൂടെ റീഇറ്ററേറ്റ് ചെയ്ത് പറയുന്ന ഒരു കാര്യം വെച്ചാൽ, നമ്മൾ മാർക്കറ്റിൽ പൊസിഷൻ ചെയ്യേണ്ടത് ഏത് സൈഡിലാണ്, ഏത് സ്റ്റോക്സ് ആണ്, ഏത് സെക്ടേഴ്സ് ആണ് ഈ കണ്ടീഷനിൽ, അതായത് ഇന്നത്തെ നിലവിലെ കണ്ടീഷനിൽ
പ്രോഫിറ്റ് തരുന്നത് കണ്ടുപിടിക്കുന്നതിനാണ് നമ്മൾ റിസർച്ച് അല്ലെങ്കിൽ സ്റ്റഡി അല്ലെങ്കിൽ ഈ എഫേർട്ട് എന്ന് പറയുന്നത്. നമ്മൾ എന്താ നോക്കുന്നത്, നമ്മുടെ ഇപ്പോൾ താൽക്കാലികമായിട്ട് നമ്മുടെ റിസർച്ചിൽ ഒതുങ്ങുന്ന കാര്യം എന്താണെന്നറിയോ? അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ഒരു കാര്യം ലോകത്തിലേക്ക് വരുന്നു. എൻവിഡിയ, മൈക്രോസോഫ്റ്റ്, ഇന്റലൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്യുന്നു. അതുകൊണ്ട് ഇവിടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സ്റ്റോക്ക് പെർഫോം ചെയ്യും. എന്നാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് പ്യുവർ പ്ലേ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സ്റ്റോക്ക് ഉണ്ടോ എന്ന് പോലും നമ്മൾ റിസർച്ച് ചെയ്തിട്ടില്ല എന്നുള്ള. നമ്മുടെ ആരോ പറഞ്ഞു സോളാർ എനർജി എന്ന് പറയുന്നത് ഭയങ്കര രീതിയിൽ പെർഫോം ചെയ്യും എന്ന് പറഞ്ഞ് നമ്മളിതാ വാരി എനർജീസ് പോലെയുള്ള കമ്പനികൾ മേടിച്ചു, പെർഫോം ചെയ്തില്ല. നമ്മുടെ ആഗ്രഹങ്ങൾ അതേപോലെ മാർക്കറ്റിൽ നടക്കണമെന്നില്ല. നമ്മുടെ ചിന്തകളും നമ്മുടെ ഡ്രീംസും അതേപോലെ മാർക്കറ്റിൽ നടക്കണമെന്നില്ല. മാർക്കറ്റ് എന്നും നോക്കുന്നത് ആ കമ്പനിയുടെ ഏർണിംഗ് പൊട്ടൻഷ്യൽ ആണ് എന്നുള്ള. ഇപ്പൊ ഞാനൊരു കാര്യം പറയാം. ഇപ്പൊ എൻ്റെ അടുത്ത് ഒരു വ്യക്തിയെ ഞാനിത് പറയാൻ കഴിച്ചു. ഇന്നലെ ഒരു വ്യക്തിയെ കണ്ടു. ആ വ്യക്തി എൻ്റെ അടുത്ത് വളരെ കാഷ്വൽ ആയിട്ട് പറഞ്ഞു. ഞാൻ ഒന്നും തർക്കിക്കാൻ പോയില്ല, കാര്യം എനിക്ക് അങ്ങനെ ഒരു സ്വഭാവമാണ്. കാര്യം എല്ലാവരുടെ അഭിപ്രായത്തിനും ഞാൻ റെസ്പെക്ട് ചെയ്യുന്ന വ്യക്തിയാണ്. ആ വ്യക്തിയെ ഞാൻ വഴിയിൽ വെച്ച് കണ്ടു. അപ്പോൾ എൻ്റെ അടുത്ത് വെച്ച് സാറിൻ്റെ പരിപാടി കാണാറുണ്ട്, ഇഷ്ടപ്പെട്ടു എന്നൊക്കെ ചോദിച്ചു. ഞാൻ ഇതൊക്കെയാണ് മേടിച്ചിരിക്കുന്നത്. അതായത് മെറ്റലിൽ ഞാൻ ഭയങ്കര ബുള്ളിഷാണ്, ഓട്ടോമൊബൈലിൽ ഞാൻ ഭയങ്കര ബുള്ളിഷാണ്, മെറ്റലിലും കാശുണ്ടാക്കും, ഓട്ടോമൊബൈലിൽ ഉണ്ടാക്കും. നല്ല കാര്യം, കാശുണ്ടാക്കിക്കോട്ടെ. ചിലപ്പോൾ ഞാൻ പെർഫോം ചെയ്യുന്നതിനേക്കാളും നന്നായിട്ട് പെർഫോം ചെയ്തായിരിക്കാം. പക്ഷെ എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്തൊരു കാര്യം, ഈ ഓട്ടോമൊബൈൽ കമ്പനി എന്ന് പറയുന്ന ആ ഒരു സെക്ടറിന് ഈ മെറ്റൽ വില കഴിഞ്ഞാൽ അവരുടെ പ്രോഫിറ്റബിലിറ്റി കുറയും. കാര്യം അവരുടെ എല്ലാ സാധനങ്ങളും മെറ്റലാണ് യൂസ് ചെയ്യുന്നത്. മെറ്റലും കുറെ ഇലക്ട്രോണിക് സാധനങ്ങളുമാണ് അതിനകത്ത് യൂസ് ചെയ്യണമെന്നില്ല. അവരുടെ ബോഡി, അവരുടെ എഞ്ചിന്റെ പാർട്ട്, അല്ലെങ്കിൽ മോട്ടോറിന്റെ പാർട്ട്, മറ്റുള്ള പാർട്ടൊക്കെ മെറ്റലാണ്. അപ്പം മെറ്റൽ കയറാനാണ് നിങ്ങളുടെ ആർഗ്യുമെന്റ് എങ്കിൽ അത് ഓട്ടോമൊബൈൽ കമ്പനിയുടെ മാർജിൻസിനെ കംപ്രസ് ചെയ്യുന്നുള്ള കാര്യത്തിൽ നമ്മൾ എന്തുകൊണ്ടാണ്, ഞാൻ ആ വ്യക്തി എടുത്ത് ഞാൻ ഒന്നുകൂടെ ചോദിച്ചു, ഞാൻ തർക്കിക്കാൻ പോയില്ല, ഞാൻ ഒന്നുകൂടെ ചോദിച്ചു എന്തുകൊണ്ടാണ്. മെറ്റൽ എന്ന് പറയുന്നത് ഒരു കമ്മോഡിറ്റി സൂപ്പർ സൈക്കിളിലാണ്. ഓട്ടോമൊബൈൽ എന്ന് പറയുന്നത് ഇനി അങ്ങോട്ട് ഇലക്ട്രിക് വെഹിക്കിളിന്റെ കാലങ്ങളാണ്. അതായത് നമ്മുടെ ആഗ്രഹങ്ങൾ മാർക്കറ്റിന്റെ മേൽ അടിച്ചേൽപ്പിച്ചിട്ട് ഇത് രണ്ടും പെർഫോം ചെയ്യും എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇരിക്കുന്നത് എന്നുള്ള. എന്നാൽ ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കി ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് നമുക്ക് മാർക്കറ്റിൽ ഗുണം കിട്ടുള്ളൂ എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ പറയുന്നത്. കാര്യം ഞാൻ ഈ പറയുന്നത് ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. കാര്യം ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ കയ്യിൽ പൈസ പോയെങ്കിൽ നമുക്ക് വിരൽ ചൂണ്ടാനായിട്ട് 1000 സ്ഥലങ്ങളുണ്ട്. എന്നാൽ ഈ മാർക്കറ്റിൽ പൈസ ഉണ്ടാക്കിയ വ്യക്തികൾക്ക് ഒന്നുമില്ല. ഇപ്പൊ ഞാനിന്ന് പ്രത്യേകിച്ച് പറയാൻ കാര്യം എന്നറിയോ, ഇന്നലെയും മിനിഞ്ഞാന്നും ഒക്കെ ഞാൻ പറഞ്ഞിരുന്നു. അതായത് ലാസ്റ്റ് 1.5 കൊല്ലത്തിൽ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ, അല്ലെങ്കിൽ എൻ്റെ കാഴ്ചപ്പാടിൽ എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്, ഇത്രയും ജിയോ പൊളിറ്റിക്സിനും അല്ലെങ്കിൽ ഗ്ലോബൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് മാർക്കറ്റിനെ ഇത്ര ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ എക്കണോമിയെ നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റിൽ കാശ് ഉണ്ടാക്കുന്ന ഏറ്റവും റെലവെന്റ് ആയിട്ട് തോന്നിയത്, സിഗ്നിഫിക്കന്റ് ആയിട്ട് തോന്നിയ സമയമാണ് ലാസ്റ്റ് 1 ഇയർ. ലുക്ക് അറ്റ് ദ വേ ഇൻ വിച്ച് ദ ഗോൾഡ് ഈസ് പെർഫോമിംഗ് റൈറ്റ് നൗ. ഇറ്റ് ഈസ് എ ഗിവൺ ട്രേഡ്. അതായത് ലോകത്ത് ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ് വരുമ്പോൾ, കറൻസിയോടുള്ള വിശ്വാസം കുറയുമ്പോൾ, സെൻട്രൽ ബാങ്ക്സിന്റെ ബൈയിങ് കൂടുമ്പോൾ ഗോൾഡ് കയറും എന്നുള്ള റൂള് നിലനിൽക്കെ ഗോൾഡ് ഇത്രയും പെർഫോം ചെയ്തപ്പോൾ എന്റെ കയ്യിൽ ഗോൾഡ് ഇല്ല എന്നുണ്ടെങ്കിൽ അത് എന്റെ കുറ്റമല്ലേ? അല്ലാണ്ട് നമുക്ക് മാർക്കറ്റിനെയോ റുപ്പിയോ കുറ്റം പറഞ്ഞ കാര്യമുണ്ടോ? ഇപ്പൊ നമുക്ക് എന്നാണോ കറൻസിന് എഗെയിൻസ്റ്റ് ട്രസ്റ്റ് പോകുന്നത്, നമ്മൾ ആ പൈസ എങ്ങോട്ട് കൊണ്ടുപോകണം? നമ്മൾ ഗോൾഡിലേക്ക് കൊണ്ടുപോകണം എന്നുള്ള. നമ്മുടെ മുന്നിൽ മാർക്കറ്റിൽ എല്ലാവിധ ഓപ്പർച്യൂണിറ്റിയും നമ്മുടെ മുന്നിൽ ഉണ്ട് എന്നുള്ള. അത് യൂട്ടിലൈസ് ചെയ്ത് നമ്മൾ പോയാൽ മാത്രമേ മാർക്കറ്റിൽ എൻ്റെ 25-30 കൊല്ലത്തെ എക്സ്പീരിയൻസിൽ നമുക്ക് നിലനിൽക്കാൻ പറ്റുള്ളൂ. നമുക്ക് ഈ ജനറലി ഒരു സെയിങ് ഉണ്ടല്ലോ, അത് എനിക്കും ബാധകമാണ്. അതായത് എന്നെ തന്നെ ഞാൻ എക്സാമ്പിൾ ആക്കി പറയാം. ബാഡ് വർക്കേഴ്സ് ബ്ലെയിം ദ ടൂൾസ്. അതായത് നമ്മൾ കൈയക്ഷരം മോശമായതിന് പേനെ കുറ്റം പറയുക, മുഖം നന്നാവാത്തതിന് കണ്ണാടിയെ കുറ്റം പറയുക, ഇതൊന്നും പറഞ്ഞ കാര്യമില്ല. ഇപ്പൊ ഞാനാണെങ്കിലും ഇപ്പൊ എൻ്റെ എല്ലാ ഇൻവെസ്റ്റ്മെന്റ്സും ഷെയർസിൽ നിന്ന് മാറ്റി ഗോൾഡിൽ ഓൺ ചെയ്തിരുന്നു എന്നുണ്ടെങ്കിൽ എനിക്ക് ഇന്ന് എത്ര റിട്ടേൺ കിട്ടിയേനെ? ലാസ്റ്റ് 1 ഇയറിൽ സിൽവറിലായിരുന്നു എങ്കിൽ കിട്ടിയേനെ. എന്തിനാ ഈ ഡിസംബറിൽ പോലും നമ്മൾ ഈ സാധനത്തിൽ 28 ദിവസം കൊണ്ട് ഏതാണ്ട് എത്ര $1000 ഗോൾഡിന് കയറിയെന്നുള്ള. ഞാനിപ്പോൾ സ്റ്റാറ്റിക്സ് നോക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ മാർക്കറ്റിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് പറയുന്ന നമ്മുടെ ഡയലോഗ് ഉണ്ട്. അതായത് നമ്മൾ ബാങ്ക് നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും പറഞ്ഞിട്ട് അതിന്റെ പെർഫോമൻസ് ആണ് നമ്മുടെ മാർക്കറ്റെങ്കിൽ പിന്നെ നമ്മൾ ആ ETF മാത്രം മേടിച്ചാൽ പോരെ. നമ്മൾ അതെന്ന് പറയുന്നത് ഒരു ബാരോമീറ്റർ ആയിട്ട് മാത്രം എടുക്കുക. മാർക്കറ്റിന്റെ ഒരു ഹെൽത്തിനെ അളക്കുന്ന ഒരു ടൂൾ ആയിട്ട് മാത്രം. ഇന്ന് മാർക്കറ്റ് പോസിറ്റീവ് സെന്റിമെന്റ് ആണോ നെഗറ്റീവ് സെന്റിമെന്റ് ആണോ എന്ന് അറിയാൻ വേണ്ടി മാത്രം ഉപയോഗിച്ചിട്ട് നമ്മൾ ആ മാർക്കറ്റിന്റെ ആ പുറം ലോകത്തിൽ നിന്ന് മാറി ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഓരോ സ്റ്റോക്സിനും അതിൻ്റെതായ ഏർണിംഗ് പൊട്ടൻഷ്യലും എന്തുകൊണ്ടാണ് അങ്ങനെ നിൽക്കുന്നത് എന്നുള്ളത് കൂടെ നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമല്ലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഒരിക്കലും 52 വീക്ക് ഹൈയിൽ നിന്ന്, അതായത്
ഇത് 52 വീക്ക് ഹൈ, ഒരു കൊല്ലം മുമ്പേ 1000 രൂപയ്ക്ക് പോയ സ്റ്റോക്ക് ഇപ്പം 300 രൂപയ്ക്ക് കിടക്കുകയാണ്. അപ്പൊ പിന്നെ ഇത് ബൈ അല്ലേ എന്നുള്ള രീതിയിലുള്ള ബിഹേവിയറൽ ഫിനാൻസ് എന്ന് പറഞ്ഞാൽ സൈക്കോളജി സബ്ജക്റ്റിലെ പ്രൈസ് ആങ്കറിങ് എന്ന് പറയുന്ന ഒരു ലെൻസിൽ കൂടെ നോക്കുമ്പോഴാണ് അത് കാണുന്നത്. നമ്മൾ ഒരിക്കലും മാർക്കറ്റിനോട് ചോദിക്കാറില്ല എന്തുകൊണ്ടാണ് മാർക്കറ്റ് 1000 രൂപയുടെ സാധനത്തിന് നിങ്ങൾ 300 രൂപയിലേക്ക് തള്ളിത്താത്തത്. മാർക്കറ്റിന് അതിൻ്റെതായ റീസൺ അതിനുണ്ടാവും. മാർജിൻ കംപ്രഷൻ ഉണ്ടാവും, ഏർണിങ്സിൽ ഗ്രോത്ത് വേണ്ട രീതിയിൽ ഉണ്ടാവില്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് കാരണം ബുദ്ധിമുട്ടുണ്ടാവും, അല്ലെങ്കിൽ മാനേജ്മെന്റിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവും, റിസീവബിൾസിൽ ഇഷ്യൂ ഉണ്ടാവും, വർക്കിംഗ് ക്യാപിറ്റലിൽ പ്രശ്നം ഉണ്ടാവും. ഇതൊന്നും നമ്മൾ അറിയുന്നില്ല. നമ്മൾ നോക്കുന്നത് എന്താ? പ്രൈസ് ആണ് എല്ലാം. 1000 2 കൊല്ലം മുമ്പേ ഇപ്പം 300 രൂപയ്ക്കാണ് ലാഭമല്ലേ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഒരിക്കലും നമ്മൾ ആലോചിക്കില്ല. ഗുഡ് തിങ്സ് നെവർ കം ചീപ്പ്. മനസ്സിലായില്ലേ? അതായത് ഗുഡ് തിങ്സിന് അതിൻ്റെതായ വില കൂടിയ സാധനങ്ങൾ. എന്തുകൊണ്ട് ഒരു ഫോൺ അല്ലെങ്കിൽ ഒരു വില കൂടിയ ഫോൺ ആ വില കൂടി തന്നെ നിൽക്കുന്നു? ആ ഫോണിനകത്ത് അത്രയും യൂട്ടിലിറ്റി ഉള്ളതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ആൾക്കാർ മേടിക്കുമോ? ഇപ്പൊ നമ്മൾ മാർക്കറ്റിൽ വരുമ്പോൾ ചീപ്പായിട്ടുള്ള സാധനം ചീപ്പാണെന്ന് വിശ്വസിക്കുന്നു. ഇപ്പൊ ഇതൊരു ഡിഫൻസ് സ്റ്റോക്ക് ഇന്നലെ കയറിയുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ ഏതൊരു ഫണ്ട് മാനേജറിന്റെ അടുത്തും മാർക്കറ്റിൽ എക്സ്പീരിയൻസ് ഉള്ളവരടുത്തും അതിന്റെ വാല്യൂഷൻ നോക്കിക്കോളൂ. സി ഇറ്റ് ഈസ് നോട്ട് ചീപ്പ്. നമ്മൾ ഇപ്പോഴും നമ്മൾ അതിനെ നോക്കുന്നത് അതിന്റെ 52 വീക്ക് ഹൈ നോക്കിയിട്ട് താഴേക്കണം. പല ഡിഫൻസ് സ്റ്റോക്സും ചീപ്പ് അല്ല വാല്യൂഷൻ വെച്ചിട്ടും അവരുടെ ഏർണിംഗ് പൊട്ടൻഷ്യലും വെച്ചിട്ടെന്നുള്ള. പക്ഷെ നമ്മൾ അതിനെ കാണുന്നത് എങ്ങനെ? ഡിഫൻസ് സ്റ്റോക്സ് എന്തായാലും കയറും. എന്തുകൊണ്ട് കയറും? ഇത് അതുവരെ പോയിരുന്നതാണല്ലോ. ഇതിപ്പോ ഇത്രയും താഴെ കിടക്കുകയല്ലേ. അപ്പൊ ഇനി അതുവരെ അങ്ങനെ യാതൊരു റൂളും ഇല്ല. പല സ്റ്റോക്കുകളും അങ്ങനെ തന്നെ ആയിരുന്നു. ഇപ്പൊ യൂണിടെക് എന്നൊക്കെ പറഞ്ഞ് 2005 സ്റ്റോക്ക് ഉണ്ടായിരുന്നു. ആൾക്കാർ അത് 1000 2000 3000 ഒക്കെ കയറിക്കൊണ്ട് പോയപ്പോഴേ അത് പിന്നെ താഴെ വന്ന് 1000 രൂപയൊക്കെ വന്നപ്പോൾ 5000 വരെ പോയ സ്റ്റോക്കാണ്. 1000 എത്തിയുള്ളൂ. ഇനിയും കയറാൻ ചാൻസ് ഉണ്ട്. അവസാനം അലിഞ്ഞ് ആ കമ്പനി പൂട്ടിപ്പോയി എന്നുള്ളത്. അപ്പൊ ഇങ്ങനത്തെ ഒരു ചരിത്രം കൂടെ മാർക്കറ്റിന് ഉണ്ടെന്നുള്ള ഒരു മുഖവരയോടുകൂടി ഞാനൊന്ന് സംസാരിച്ചൊന്ന് പറഞ്ഞു വെക്കണമെന്നത്. ഇത് വേറെ ഒന്നുമല്ല, ഇത് ശരിക്കും എൻ്റെ ഒരു പേഴ്സണൽ അനുഭവമായിട്ട് പറഞ്ഞാൽ മതി. പല പ്രേക്ഷകർക്കും ഇതിനോട് എതിരഭിപ്രായം ഉണ്ടാവും, അല്ലെങ്കിൽ മാർക്കറ്റിനെ കുറ്റം പറയണമെന്ന് ആഗ്രഹം. ഞാൻ അതിനെല്ലാം ബഹുമാനിക്കുന്നു. ഞാൻ അതിന് യാതൊരു രീതിയിലും തർക്കിക്കുന്നില്ല. എല്ലാവരും പറയുന്ന കാര്യങ്ങൾ ശരിയാണ്, എല്ലാവരും പറയുന്ന കാര്യങ്ങൾ തെറ്റാണ്. കാര്യം മാർക്കറ്റ് അങ്ങനെയാണ്. എല്ലാവരുടെ ഒപ്പീനിയൻസും ദഹിക്കുന്ന ഒരു സ്ഥലമാണ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ. അതാണ് ഒരു ജനാധിപത്യം, അതാണ് ഒരു ഡെമോക്രാറ്റിക് സെറ്റപ്പ് എന്ന്. ഞാൻ ഇന്നും പറയുന്നത് നമ്മൾ ഈ മാർക്കറ്റിനെ കുറ്റം പറഞ്ഞുകൊണ്ടും നിഫ്റ്റി ലെവൽസും മാത്രം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് യാത്ര ചെയ്യാൻ ഒക്കൂല എന്നുള്ളൊരു ചെറിയൊരു സജഷൻ മാത്രമേ പറയുള്ളൂ. നിങ്ങൾക്കിത് പാടെ അവഗണിക്കാം, എന്നെ എന്ത് വേണമെങ്കിലും കുറ്റം പറയാം. പക്ഷെ ഞാൻ പറയുന്നത് നമ്മുടെ ലോകം അതിൽ മാത്രം ചുരുക്കരുത്. നമ്മൾ അതിൻ്റെ അപ്പുറം കൂടി കാണാൻ ശ്രമിക്കണം. അതിൻ്റെ അപ്പുറത്തും ഒരു ലൈഫുണ്ട്, അവിടെ പ്രോഫിറ്റ് ഉണ്ട് എന്നുള്ളത് ഒന്ന് മനസ്സിൽ വെച്ചിട്ട് വേണം നമ്മൾ കാര്യങ്ങളെ മുന്നോട്ട് നീക്കാൻ എന്നുള്ള. ഞാനിത് പറയാൻ കാര്യം വെച്ചാൽ ഞാൻ ഇതിൽ എക്സ്റ്റെൻസീവായിട്ട് എനിക്ക് കിട്ടിയ 2-3 ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെസ്കിലെ റിപ്പോർട്ട് പ്രൈവറ്റ് സർക്കുലേഷനിൽ മാത്രമുള്ളതാണ്. ഞാൻ അത് തന്നെ വായിച്ചു നോക്കുമ്പോൾ ഇന്റലിജന്റ് ആയിട്ടുള്ള അനലിസ്റ്റുകൾ ഓരോ സെക്ടർ തലനാരഴിയെ കീറിയെടുത്ത് ഓരോ കമ്പനിയുടെയും 2027, 28, 29 ഏർണിങ്സ് വരെ പ്രൊജക്ട് ചെയ്ത് മാർക്കറ്റിൽ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ നോക്കുമ്പോൾ നമ്മൾ ഈ ജനറലി സംസാരിക്കുന്ന പല കമ്പനികളും 27 to 30% ഓവർ വാല്യൂഡ് ആണെന്നാണ്. എന്നാൽ ഏതോ ഒരു സ്ഥലത്തൊക്കെ 10 കൊല്ലത്തെ ലോവർ വാല്യുവേഷൻ, ലോവർ പ്രൈസിലല്ല ലോവർ വാല്യുവേഷനിൽ കിടക്കുന്ന എത്രയോ സ്റ്റോക്ക് ഉണ്ട്. എന്നാൽ നമ്മുടെ ജനറൽ ഡിസ്കഷനിലോ നമ്മുടെ മുന്നിലോട്ട് വരുന്ന ചോദ്യങ്ങളിലോ ഒന്നുമില്ല. നമ്മുടെ മുന്നിലോട്ട് വരുന്നത് കംപ്ലീറ്റ് കൺസെപ്റ്റ് ആയിട്ട് സ്റ്റോറി ബേസ്. നമ്മൾ നമ്മുടെ മനസ്സിൽ തന്നെ ഒരു സ്റ്റോറി അങ്ങ് ഉണ്ടാക്കും. സോളാർ, ഇലക്ട്രിക് വെഹിക്കിൾസ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ ശരി തന്നെയാണ്. പക്ഷേ ഈ പറയുന്ന പോലെ ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു FIയുടെ സ്റ്റേറ്റ്മെന്റ് വളരെ രസകരമായിട്ട് കേട്ടു. എന്തുകൊണ്ട് അവർ ഇന്ത്യൻ മാർക്കറ്റ് സെല്ല് ചെയ്യുന്നു? അവർ പറഞ്ഞ കാര്യം എന്തിനോ? വാല്യുവേഷൻ ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ വാല്യുവേഷൻ ഓവർ വാല്യൂഡ് ആവാനുള്ള കാരണം എന്താണെന്നാണ് അയാൾ പറയുന്നത് വെച്ചാൽ. ഓവർ വാല്യുവേഷൻ വരാനുള്ള കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ ഇന്ത്യ പല രാജ്യങ്ങളായിട്ട് ട്രേഡ് ഡീൽ സൈൻ ചെയ്യും. ഈ ട്രേഡ് ഡീൽ സൈൻ ചെയ്യുമ്പോൾ ഓഫ് കോഴ്സ് സെൻസിറ്റീവ് ആയിട്ടുള്ള അഗ്രി സെക്ടേഴ്സും മറ്റതൊക്കെ നമുക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് ഫോറിൻ കമ്പനിയുടെ പ്രോഡക്ട്സും സർവീസസും ഇന്ത്യയിലേക്ക് വരുന്നു. ആ കമ്പനിയുടെ ഓപ്പറേഷൻസിലും മാനേജ്മെന്റിലും അവർ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് സ്ട്രെങ്തൻ ചെയ്ത് വരുന്ന ഒരു പ്രോഡക്റ്റും സർവീസുമാണ്. നമ്മുടെ ഇവിടുത്തെ ബിസിനസ്സുകൾ അതിന് പ്രിപ്പയർഡ് അല്ല. നമ്മൾ അങ്ങനെ നിൽക്കുകയാണ്. ഇപ്പൊ മഹീന്ദ്ര ലോജിസ്റ്റിക്സിന്റെ റിസൾട്ട് വന്നു. ആ കമ്പനി ഞാനൊരു അഡ്വൈസോ റെക്കമെൻഡേഷനോ ഒന്നും ആയിട്ടല്ല ഞാൻ പറയുന്നത്. ഞാൻ നോക്കി വെച്ച് ഒരു ഡിസ്ക്ലോഷറും കൂടെ എൻ്റെ മകൻ്റെ പോർട്ട്ഫോളിയോയിൽ ആ സ്റ്റോക്ക് ഉണ്ട്. ഈ മഹീന്ദ്ര ലോജിസ്റ്റിക്സ് 14% കണ്ട് ഇന്നലെ കയറി. ആ മഹീന്ദ്ര ലോജിസ്റ്റിക്സിന്റെ ഗൂഗിളിൽ കയറിയിട്ട്
മഹീന്ദ്ര ലോജിസ്റ്റിക്സ് എന്ന് അടിച്ചിട്ട് നമ്മൾ ആ ന്യൂസ് സെക്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസ് വരും. അല്ല എന്നുണ്ടെങ്കിൽ ലാസ്റ്റ് 15 ദിവസത്തിനുള്ളിൽ ഹിന്ദു ബിസിനസ് ലൈനിലോ ബിസിനസ് സ്റ്റാൻഡേർഡിലോ കണ്ടോ മഹീന്ദ്ര ലോജിസ്റ്റിക്സിന്റെ ഒരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ട്. ആ ആർട്ടിക്കിളിൽ മഹീന്ദ്ര ലോജിസ്റ്റിക്സിന്റെ സിഇഒ എങ്ങനെയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും റോബോട്ടിക്സും ഓട്ടോമേഷനും അവരുടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നത് എന്നുള്ളതിനെ കുറിച്ച് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഞെട്ടിപ്പം ടോപ്പ് ടു ബോട്ടം A to Z കാര്യങ്ങൾ അവരെങ്ങനെ ഓട്ടോമേറ്റ് ചെയ്തു, അത് കാരണം എങ്ങനെ അവർക്ക് കോസ്റ്റ് യൂട്ടിലൈസേഷൻ അല്ലെങ്കിൽ കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ, കോസ്റ്റ് മിനിമൈസേഷൻ അവർക്ക് കൊണ്ടുവരാൻ പറ്റുന്നു, എങ്ങനെ കോമ്പറ്റീഷനെ തറപറ്റിക്കാൻ പറ്റുന്നു എന്ന് ക്ലിയർ ആയിട്ട് മാനേജ്മെന്റ് പറഞ്ഞിരുന്നു. മഹീന്ദ്ര ഗ്രൂപ്പ് കമ്പനിയാണെന്ന് ആലോചിക്കണം. ഇന്നലെ മാത്രം ആ ഡിപ്രസ്ഡ് മാർക്കറ്റായിട്ട് നിൽക്കുന്ന സമയത്ത് 14% കയറിയത് വിടൂ. ഞാൻ പറഞ്ഞ ബിസിനസ് എങ്ങനെ ട്രാൻസ്ഫോം ചെയ്തു എന്നുള്ളത് നമ്മൾ ഒന്ന് പഠിക്കേണ്ട കാര്യമാണ്. കാര്യം ഇനി അത് ഉപയോഗിച്ചാൽ തന്നെ ഒരു കമ്പനിയുടെ പ്രോഫിറ്റ് മാർജിനിൽ 5% തൊട്ട് 6% വരെ ഇൻക്രീസ് വരാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ എന്താ പറയുന്നത്, കമ്പ്യൂട്ടർ വന്ന കാലഘട്ടത്തിൽ, കമ്പ്യൂട്ടർ വരുന്നതിന് മുമ്പേ ലേബർ ഇന്റൻസീവ് ആയിട്ടുള്ള സെക്ടറിലേക്ക് കമ്പ്യൂട്ടർ വന്നപ്പോൾ കമ്പനികളുടെ പ്രോഫിറ്റ് മാർജിൻ ഇൻക്രീസ് ചെയ്തില്ലേ, കോസ്റ്റ് കുറഞ്ഞില്ലേ? കമ്പ്യൂട്ടർ മേടിക്കുക എന്നുള്ള വൺ ടൈം കോസ്റ്റ് മാറ്റി വെച്ചാൽ റണ്ണിങ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും കുറഞ്ഞു വന്നില്ലേ? റണ്ണിങ് കോസ്റ്റ് കുറഞ്ഞില്ലേ? മാർജിൻ ഇംപ്രൂവ്മെന്റ് വന്നില്ലേ? ടെക്നോളജി അഡ്വാൻസ് ചെയ്യുന്നതോറും കമ്പനിക്ക് പ്രോഫിറ്റ് മാർജിൻ കൂടാനുള്ള സാധ്യതകൾ വളരെ ഹൈ ആണ്. അതേപോലെ തന്നെ കമ്പ്യൂട്ടർ കണ്ടുപിടിച്ച പോലെ തന്നെയുള്ള ഒരു അത്ഭുതം തന്നെയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്ന് ഓട്ടോമേഷനും റോബോട്ടിക്സും കൂടെ ഇൻക്ലൂഡ് ചെയ്തപ്പോൾ ഈവൻ അവരുടെ സോർട്ടിംഗ് സെന്റേഴ്സിൽ സാധനങ്ങൾ മാറ്റി വെക്കുന്നത് പോലും റോബോട്ട്സ് ആണ്. ആൾക്കാരുടെ ആവശ്യമില്ല, ലീവിന്റെ പ്രശ്നമില്ല, താമസിച്ചു വരുന്ന പ്രശ്നമില്ല, ഉച്ചയ്ക്ക് ഉണ്ണാൻ പോണ്ട, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോണ്ട, ഉച്ചയ്ക്ക് ഒരു മിഡ് സമയത്ത് ചായ കുടിച്ചിട്ട് കിടന്നുറങ്ങേണ്ട സമയവുമില്ല. ഇതൊന്നുമില്ല, ഇമോഷനും ഇല്ല, കുടുംബവും ഇല്ല, ഒന്നുമില്ല. അങ്ങനത്തെ റോബോട്ടിക്സ് വർക്ക് ചെയ്യുമ്പോൾ എത്രത്തോളം യൂട്ടിലൈസേഷനും എത്രത്തോളം മാർജിൻ ഇംപ്രൂവ്മെന്റും ആണെന്നുള്ളത്. അപ്പൊ ആ FIAയുടെ എനിക്ക് തോന്നുന്നു യൂട്യൂബിൽ ആ ഇന്റർവ്യൂ കിടപ്പുണ്ടെന്ന് തോന്നുന്നു. അതിൽ പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ കമ്പനികൾ എങ്ങനെ ആണ് ഈ ഡിസ്റപ്ഷനെ ഹാൻഡിൽ ചെയ്യണമെന്നതിനെ കുറിച്ച് ഒരു മാനേജ്മെന്റ് ഗൈഡൻസിൽ പോലുമില്ല. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്ത് ഫോറിനിൽ നിന്ന് കമ്പനികൾ വന്ന് കോമ്പീറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കമ്പനികൾക്ക് പിടിച്ചു നിർത്താൻ പറ്റുമോ എഫിഷ്യൻസിയിൽ എന്നുള്ളൊരു ചോദ്യം കൂടെ അദ്ദേഹം ചോദിക്കുന്നുണ്ട് എന്നുള്ള. അപ്പൊ ഇങ്ങനത്തെ കാലഘട്ടത്തിൽ ഡിസ്റപ്ഷൻസ്, ബിസിനസിന്റെ ദ വേ വി ഡു ബിസിനസ് ഈസ് മൂവിങ് ഫാസ്റ്റർ, അത് ചേഞ്ചിങ് ഫാസ്റ്റർ. അതിനനുസരിച്ച് കമ്പനികൾ മാറുമോ, ആ കമ്പനികൾക്കായിരിക്കും ഇനി ഏണിംഗ് പൊട്ടൻഷ്യൽ ഉണ്ട് എന്നുള്ളതാണ് പൊതുവെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. നമുക്കൊന്ന് അത് ഗ്ലോബൽ കാര്യങ്ങളിലേക്ക് ഒന്ന് പോവാം. എല്ലാ കാര്യങ്ങളും ഒന്ന് കാമായി വന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്ന സമയത്താണ് പൊടുന്നനെ ഇറാൻ എന്ന് പറയുന്ന ഒരു സാധനം ഹെഡ്ലൈൻ ആയിട്ട് വരുന്നത് എന്നുള്ളത്. ഇറാനിലൊരു ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂ ഒരു വശത്ത് നടക്കുമ്പോൾ തന്നെ ഇപ്പുറത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് റെയിനിങ് ഗോൾഡ്. അതെ, അതായത് നമ്മൾ പറയില്ലേ ഓൾ ദാറ്റ് ഗ്ലിറ്റേഴ്സ് ഈസ് ഗോൾഡ്. നമ്മൾ സാധാരണ പറയുന്നത് ഓൾ ദാറ്റ് ഗ്ലിറ്റേഴ്സ് ഈസ് നോട്ട് ഗോൾഡ്. ഇത് മിന്നുന്നതൊന്നും പൊന്നല്ല എന്നാണ്. ഇപ്പൊ മനസ്സിലാക്കിയത് കാര്യം എന്ന് വെച്ചാൽ മിന്നുന്നതെല്ലാം പൊന്ന് തന്നെയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കി വന്നത്. അതായത് 2008 $1,000 പെർ ട്രോയ് ഔൺസിൽ കിടന്ന ഒരു കമ്മോഡിറ്റി അല്ലെങ്കിൽ ഒരു പ്രഷ്യസ് മെറ്റലിനെ കുറിച്ചാണ് പറഞ്ഞത്. 2008 എത്ര? $1,000. ആസ് വി സ്പീക്ക് റൈറ്റ് നൗ $5,500 പെർ ഔൺസ് ആണ് എന്നുള്ളത്. എനിക്ക് തോന്നുന്നു സ്പോട്ട് മാർക്കറ്റിൽ 5,594 പെർ ഔൺസ് എന്ന് പറയുന്ന ആ ഒരു ഡോളർ ലെവലിലേക്ക് ഗോൾഡ് എത്തി എന്നുള്ളതാണ്. ഞാൻ ലാസ്റ്റ് ഏതാണ്ട് 8:30 നോക്കുമ്പോൾ 5,545 ഏതാണ്ട് +2.23% അപ്പായിരുന്നു എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് ഗോൾഡിലെ റാലിയെക്കാട്ടിലും ദ പേസ് ഓഫ് ദ റാലി, എന്ത് ഫാസ്റ്റ് ആയിട്ടാണ് അത് കയറിയത് എന്നുള്ളതാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കണം. നമ്മൾ ഇന്നലെയും ഗോൾഡ് സിൽവർ റേഷ്യോ വെച്ചിട്ട് പറഞ്ഞിരുന്നു, ഒന്നില്ലെങ്കിൽ സിൽവർ ഓവർ വാല്യൂഡ് ആണ് കമ്പയർഡ് ടു ഗോൾഡ്, അല്ലെങ്കിൽ ഗോൾഡ് ഇസ് അണ്ടർ വാല്യൂഡ് കമ്പയർഡ് ടു സിൽവർ എന്നുള്ള കാര്യത്തിലും പറഞ്ഞിരുന്നു എന്നുള്ളതാണ്. അതായത് ഈ 2008 $1,000 പെർ ഔൺസ് എന്ന് ഞാൻ പറഞ്ഞല്ലോ, ആ $1,000 എത്താൻ 10,000 കോടി കൊല്ലങ്ങൾ വേണ്ടി വന്നു $1,000 2008 എത്താൻ എന്നുള്ളത്. ബട്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ, പിന്നെയുള്ള 1000 വരാനോ വെറും 28. അതായത് ഈ ലാസ്റ്റ് 1000, ഫസ്റ്റ് 1000 വരാൻ 100, 1000, 10,000 കൊല്ലം വേണ്ടി വന്നു. ലാസ്റ്റ് 1000 4,500 5,500 എത്താൻ വെറും 28 ട്രേഡിംഗ് സെഷന്റെ ആവശ്യമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ്. അത്രയ്ക്ക് ഫാസ്റ്റ് ഗ്രോത്ത് ആയിരുന്നു എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ ഈ നമ്മുടെ ഇപ്പൊ എന്റെയൊക്കെ പ്രായത്തിൽ ഇപ്പൊ 52 വയസ്സിലൊക്കെ നമ്മുടെയൊക്കെ കൂട്ടുകാരുടെയൊക്കെ ഞാൻ ഇന്നലെ എൻ്റെ ഒരു ഫ്രണ്ട്, എഞ്ചിനീയറിംഗ് കോളേജ് പഠിച്ച ഒരു ഫ്രണ്ട് വിളിച്ചപ്പോൾ പറയണമെന്ന് വെച്ചാൽ
പെൺകുട്ടിയാണ്, ഞാൻ ഇപ്പോഴൊന്നും കല്യാണം കഴിപ്പിക്കാൻ ആലോചിക്കുന്നില്ല, കാര്യം അത്രയ്ക്ക് മാത്രം സ്വർണം മേടിക്കേണ്ടി വരുമെന്നാണ്. ഞാൻ വേറൊരാൾ എൻ്റെ അടുത്ത് സംസാരിച്ചെന്ന് വെച്ചാൽ എൻ്റെ പ്രാർത്ഥന ഇപ്പൊ ആരുടെയും മക്കളുടെ കല്യാണത്തിന് വിളിക്കരുതെന്നാണ്, കാര്യം സ്വർണം ഗിഫ്റ്റ് കൊടുക്കാൻ വയ്യ, അത്രയ്ക്കുള്ള ലെവലിലേക്ക് മാറി എന്നുള്ള രീതിയിൽ സോഷ്യൽ ഇമ്പാക്റ്റിലേക്ക് വന്നു. ഞാൻ പറയാൻ കാര്യം എന്താ, ഗോൾഡ് എന്ന് പറയുന്ന അസറ്റ് നന്നായിട്ട് കയറെങ്കിലും ഗോൾഡ് ജ്വല്ലറി ബിസിനസ്സിന് നന്നാവണമെന്നില്ല. കാര്യം ആസ് ആൻഡ് വെൻ ഇറ്റ് മൂവ്സ് അപ്പ് ദ സെയിൽസ് ഡിക്രീസസ് എന്നുള്ള കാര്യം. എന്നാൽ ചിലപ്പോൾ ഗോൾഡ് ലോൺ കമ്പനിക്ക് ചിലപ്പോൾ ബെനിഫിറ്റ് വന്നേക്കാം എന്നുള്ള. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ ഒരു ബിസിനസ് ഡൈനാമിക്സും എക്കണോമിക് ഡൈനാമിക്സും ഒന്ന് നോക്കണം എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഏതാണ്ട് 2026 മാത്രം ഗോൾഡ് ഏതാണ്ട് 30% റിട്ടേൺ തന്നു. ഇനി ഗോൾഡ് മാത്രം പറയണ്ട, അതിന്റെ പൂർ കസിനായ സിൽവർ ഞാൻ നോക്കുമ്പോൾ ഏതാണ്ട് $118 പെർ ഔൺസ് അല്ലെ, 2026 മാത്രം 66% തന്ന ഒരു കമോഡിറ്റി ആയിട്ട് മാറി എന്നുള്ളതാണ്. എന്തുകൊണ്ട് ഇത്രയും സേഫ് ഹെവൻ ബൈയിങ് വരുന്നു, എന്തുകൊണ്ട് പ്രഷ്യസ് മെറ്റലിലേക്ക് ബൈയിങ് വരുന്നു, അതിനുള്ള എല്ലാ റീസണും നമ്മുടെ മുന്നിലുണ്ട് എന്നുള്ളതാണ്. അത് ഇന്നും അങ്ങനെ തന്നെ കണ്ടിന്യൂ. എന്താ ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂ എന്തെല്ലാം വന്നു, ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഇറാൻ എന്നുള്ളത്. അപ്പൊ എന്താ സേഫ് ഹെവൻ എന്നുള്ള രീതിയിൽ ഗോൾഡിലും സിൽവറിലേക്കും പൈസ പോകുന്നു എന്നുള്ളത് ഒരു കാര്യം. രണ്ടാമത്തേത് കറൻസി ഡീബേസ്മെന്റ്, കറൻസിയോടുള്ള ട്രസ്റ്റ് കുറവ്, കറൻസി ഡീബേസ് ചെയ്തത് കാരണം പ്രൈസിങ് പവർ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഗോൾഡിലേക്ക് പൈസ പോകുന്നു എന്നുള്ള. മൂന്നാമത് സെൻട്രൽ ബാങ്കിന്റെ ബൈ, സെൻട്രൽ ബാങ്കിങ് നല്ല രീതിയിൽ ബൈ ചെയ്യുന്നു. കാര്യം എന്താ, അവർക്ക് അവരുടെ റിസർവ്സ്, അവരുടെ ഫോറക്സ് റിസർവ്സും എല്ലാ റിസർവ്സും ഒന്ന് ഡൈവേഴ്സിഫൈ ചെയ്യണം, ഡോളറിൽ നിന്ന് മാറ്റി ചവിട്ടിപ്പിടിക്കണം. അതുകൊണ്ട് സെൻട്രൽ ബാങ്ക്സും ആസ് ഇഫ് ദർ ഇസ് നോ ടുമോറോ ദേ ആർ ബൈയിങ് ആൻഡ് കീപ്പിംഗ് ഗോൾഡ് എന്നുള്ളതാണ്. പിന്നെ പൊതുവെ ഇൻഫ്ലേഷൻ ഉയരും, അതായത് ഈ ടാരിഫിന്റെ കാര്യങ്ങളും ഈ വാറും ഒക്കെ കാരണം ഈ ഓയിൽ പ്രൈസസ് ചിലപ്പോൾ കയറി നിൽക്കും. അങ്ങനെയാണെങ്കിൽ ഇൻഫ്ലേഷൻ കയറും. ആ ഇൻഫ്ലേഷന് ഹെഡ്ജായിട്ടും ഗോൾഡിലേക്കും സിൽവറിലേക്കും ഒരു ബൈയിങ് തുടരുന്നു. അപ്പൊ 4-5 കാരണങ്ങൾ പ്രഷ്യസ് മെറ്റലിന് അനുകൂലമായത് കാരണം ഗോൾഡും സിൽവർ പ്രൈസും കയറുന്നു എന്ന് മാത്രമല്ല ഇറ്റ് ഈസ് മൂവിങ് അറ്റ് എ ഫാസ്റ്റർ പേസ് എന്നുള്ളത് കുറച്ച് വറിയിങ് ആയിട്ടുള്ള ഒരു കാര്യം കൂടെയാണ് എന്നുള്ളതാണ്. ബട്ട് ഈ പറയുന്ന പോലെ നമുക്ക് എന്താ പറയുക, ഏതാണ്ട് ഞാനൊന്ന് നോക്കിയപ്പോഴേ ഈ $500 അതായത് ഗോൾഡിൽ ഇപ്പൊ 5500 ആണെന്നാണ് പറഞ്ഞത്. ഓരോ $500 മൂവ്മെന്റും ഞാൻ എത്ര ദിവസം കൊണ്ട് എത്തി എന്നാണ്. അതായത് 3500 4000 എത്താൻ 118 ദിവസം വേണം. 4000 നിന്ന് 4500 എത്താൻ വെറും 56 ദിവസം. 4500 5000 എത്താൻ വെറും 14 ദിവസം. 5000 നിന്ന് $5500 പെർ ഔൺസിൽ എത്താൻ വെറും 2 ദിവസം. അതെ, അത്രയ്ക്ക് പേസിലാണ്. അതായത് 118, 56, 14, 2 എന്നുള്ള ലെവലിലേക്ക് വരുന്നത് എന്നുള്ളതാണ് അതിനകത്ത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം. ഇനി മീൻവൈൽ നമ്മളിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ട്രംപിനെ പറയാതെ നമുക്ക് രക്ഷയില്ല. ട്രംപിന്റെ ഒരു പബ്ലിക് ഈവന്റിൽ ഒരു സ്പീച്ചിൽ, അതായത് ഐവ എന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹത്തിന്റെ ഒരു സ്പീച്ചിൽ അയാൾ പറയുന്നത് വെച്ചാൽ അനദർ ബ്യൂട്ടിഫുൾ അർമാഡ ഫ്ലോട്ടിംഗ് അറൌണ്ട് ഇറാൻ റൈറ്റ് നൗ. അതായത് അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ എത്രയും പെട്ടെന്ന് ഇറാൻ ഒരു ഡീലിലേക്ക് വരണം, ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ബ്യൂട്ടിഫുൾ അർമാഡ ഇറാന്റെ ചുറ്റുമുണ്ട് എന്നുള്ളതാണ്. എന്നിട്ട് ട്രംപ് ചേർത്ത് വായിക്കുകയും ചെയ്യുന്നു, ഐ ഹോപ്പ് ദേ മേക്ക് എ ഡീൽ. അതായത് ട്രംപ് ഇൻഡയറക്ട്ലി ഏർജ് ചെയ്യുന്നു ഇറാനോട്, അല്ലെങ്കിൽ പ്രഷറൈസ് ചെയ്യുന്നു ഇറാന്റെ അടുത്ത് ടു നെഗോഷിയേറ്റ് ഫോർ എ ന്യൂക്ലിയർ ഡീൽ ആൻഡ് സ്റ്റോപ്പ് കില്ലിംഗ് പ്രൊട്ടസ്റ്റേഴ്സ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചുറ്റും ഒരു ബ്യൂട്ടിഫുൾ അർമാഡ ഉണ്ടെന്നുള്ളതാണ്. ഈ അർമാഡ എന്ന് പറയുന്ന വാക്ക് ട്രംപ് ഉപയോഗിക്കുന്നത് എന്താണെന്നറിയോ? എന്ന് പറയുന്നത് ഒരു മാസീവ് ബിൽഡപ്പ് ഓഫ് നേവി ഫോഴ്സ്. ഒരു നേവി ഫോഴ്സ്, ഒരു കോമ്പിനേഷൻ ഓഫ് കുറേ സാധനങ്ങൾ ആണ് ഈ അർമാഡ എന്ന് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അതായത് ഈ ന്യൂക്ലിയർ പവേർഡ് എയർക്രാഫ്റ്റ് കാരിയർ ഷിപ്പ്, സബ്മറൈൻ, പിന്നെ സപ്പോർട്ട് വെസൽസ്, പിന്നെ അതുകൂടാതെ F-35C ജെറ്റ്സ്, ഇതെല്ലാം ചേർന്നിരിക്കുന്ന ഒരു നേവി ഫ്ലീറ്റിന്റെ ഒരു ബിൽഡപ്പിനെയാണ് അർമാഡ. അത് ഇറാനിന് ചുറ്റുമുണ്ട്. എത്രയും പെട്ടെന്ന് വഴങ്ങുന്നതാണ് നല്ലതെന്നുള്ളൊരു പ്രശ്നം കൂടെ കൊടുക്കുന്നു എന്നേ ഉള്ളൂ. ഞാനൊന്ന് വാൾ സ്ട്രീറ്റ് നോക്കുമ്പോൾ S&P 500 ഫ്ലാറ്റ് ആയിട്ടാണ്, ഏതാണ്ട് 0.01% ഡൗൺ ആയിരുന്നു എന്നുള്ളതാണ്. S&P 500 ഇറ്റ്സ് ഹിറ്റ്സ് 7000 ഫോർ ദ ഫസ്റ്റ് ടൈം. നാസ്ഡാക്ക് ഏതാണ്ട് സ്ലൈറ്റ്ലി പോസിറ്റീവ് 0.17%, ഡൗ ജോൺസ് സ്ലൈറ്റ്ലി 0.02% അപ്പാണെന്നുള്ളതാണ്. മെറ്റ ഏതാണ്ട് ഇന്നലെ 8% തൊട്ട് 10% വരെ, 10% എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ മാർക്കറ്റ് അവേഴ്സിലും കൂടി അത് കയറി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏർണിങ്സ് എക്സ്പെക്ട് ചെയ്തതിനേക്കാളും ബെറ്റർ റിസൾട്ട്സ് മെറ്റ കൊണ്ടുവന്നത് കാരണമാണ് മെറ്റയിലെ മൂവ്മെന്റ് നടന്നതെന്നുള്ളത് നിസ്സംശയമാണ്. ടെസ്ലയെ സംബന്ധിച്ച് Q4 എക്സ്പെക്ട് ചെയ്തതിനേക്കാട്ടിലും ബെറ്റർ ആയിരുന്നു എന്നുള്ളതാണ്. അത് കാരണം തന്നെ സ്റ്റോക്ക് ഏതാണ്ട് 2% അപ്പായിരുന്നു. ബട്ട് മേ ബി ഫോർ ദ ഫസ്റ്റ് ടൈം ഇയർലി
ടെസ്ല ആനുവൽ സെയിൽസിൽ ഒരു ഡിപ്പ് കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ളതും ഒരു വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. മൈക്രോസോഫ്റ്റിനെ സംബന്ധിച്ച് അവരുടെ ഒരു സ്ലോ ഡൗൺ, എനിക്ക് തോന്നുന്നു ഈ അഷ്യൂർ ക്ലൗഡ് സർവീസസിലെ ഒരു സ്ലോ ഡൗണും പിന്നെ അതുപോലെ മാർജിൻ്റെ ഒരു ഫോർകാസ്റ്റിൽ എന്താ പറയുക ഒരു നല്ല രീതിയിൽ റിക്കവറി കാണുന്നില്ല എന്നുള്ളൊരു കമൻട്രിയും കാരണം മൈക്രോസോഫ്റ്റിൽ ഒരു പ്രഷർ ഉണ്ട്. ഏതാണ്ട് 7% സ്റ്റോക്ക് ഡൗൺ ആയിരുന്നു എന്നുള്ളതാണ്. എൻവിഡിയ ഏതാണ്ട് 1.67% അപ്പായിരുന്നു. ഇന്ന് വിഷ്ണു പറഞ്ഞ പോലെ ലേറ്റർ ടു നൈറ്റ് ആപ്പിളിന്റെ ഏർണിംഗ്സ് വരുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇന്നലെ നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ ഫെഡിലെ FOMC മീറ്റിംഗിൽ റേറ്റ് ഹൈക്ക് എന്ന് പറയുന്ന സംഭവമേ ഇല്ല, ഇതൊരു പോസ് തന്നെ ആയിരുന്നു എന്നുള്ളതാണ്. അവർ കീ ഇൻട്രസ്റ്റ് റേറ്റ് അവർ ഹോൾഡ് ചെയ്തിരിക്കുന്നത് 3.5 to 3.75%, അതായത് നോ റേറ്റ് കട്ട് എന്നുള്ള രീതിയിലേക്ക് വന്നു. ഇറ്റ് ഈസ് എ പോസ് എന്നുള്ളതാണ്. ബട്ട് നമ്മളിപ്പോൾ നോക്കുമ്പോൾ ഫെഡിൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഗവർണർ വാളറും പിന്നെ ഗവർണർ സ്റ്റീഫൻ മിറാനും ഒരു ഡിസെന്റ് രേഖപ്പെടുത്തി ഏതാണ്ട് 25 ബേസിസ് പോയിന്റ്സ് കട്ട് വേണം എന്നാണ് പറഞ്ഞത് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. പിന്നെ ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു ജെറോം പവലിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത്. ആ സ്റ്റേറ്റ്മെന്റിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ അതായത് ഫെഡ് അക്സെപ്റ്റ് ചെയ്യാണ് സോളിഡ് ഗ്രോത്ത് ആണ്, അതായത് US എക്കണോമി ഈസ് ഓൺ എ ഫേം ഫൂട്ടിങ്, അതായത് എക്കണോമിക്ക് വലിയ പ്രോബ്ലം ഇല്ല എന്നുള്ള രീതിയിലാണ് അത് പറഞ്ഞേക്കണേ എന്നുള്ളതാണ്. അതായത് കൺസ്യൂമർ സെന്റിമെന്റ് നല്ലതാണ്. പിന്നെ അവരുടെ കമന്ററിയിൽ നിന്ന് ലേബർ മാർക്കറ്റ് ഇൻ ട്രബിൾ എന്ന് പറയുന്ന വാക്കേ അവർ മാറ്റി എന്നുള്ളതാണ്. അതായത് നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ട് എന്നൊക്കെ ഉള്ളത് അവർ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ പവലിന്റെ സ്പീച്ചിൽ കൂടുതലും പൊളിറ്റിക്സ് ആയിരുന്നു. അതായത് ഫെഡിന്റെ ഇൻഡിപെൻഡൻസിയെ കുറിച്ച് പറഞ്ഞു. ഇനി വരാൻ പോണ ഫെഡിന്റെ ചെയർമാനും ആരുടെയും പ്രഷറിന് തല കുനിക്കരുത് എന്നൊക്കെ പറഞ്ഞു വിടുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഏതാണ്ട് പവലിന്റെ കാലഘട്ടത്തിൽ അഗ്രസീവായിട്ടുള്ള റേറ്റ് കട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ട എന്നുള്ളത്. ബട്ട് ഒരു കാര്യം മാത്രമേ നമുക്ക് അറിയേണ്ട കാര്യമുള്ളൂ, ആ ടെന്യൂർ മെയ് 2026 തീരും വരെ അദ്ദേഹം ആ സീറ്റിൽ ഉണ്ടാവുമോ എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ട ഒരു കാര്യം. ട്രഷറി മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ബോണ്ട് ഈൽഡ് ഒന്ന് റൈസ് ചെയ്തിട്ടുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഈ സോളിഡ് എക്കണോമി ആണ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഫെഡിന്റെ ഭാഗത്തു നിന്ന് വന്നതോടുകൂടി ട്രഷറി മാർക്കറ്റ് ചെറുതായിട്ടൊന്ന് കയറിയിട്ടുണ്ടെന്നുള്ളത്. US 10-year ബോണ്ട് ഈൽഡ് 4.24% ആണ്. പിന്നെ ഓയിൽ പ്രൈസസ് നമ്മൾ നോക്കുമ്പോൾ ഓയിൽ പ്രൈസസിൽ ഒരു ജമ്പ് നമ്മൾ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരു ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂ ഉണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. ആ ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂ ഇറാനാണ് ഇപ്പോഴത്തെ ദിവസങ്ങളിൽ. രണ്ടാമത്തെ കാര്യങ്ങൾ തന്നെ ഈ പറയുന്ന പോലെ അമേരിക്കയിലെ വിന്റർ എക്സ്ട്രീം കണ്ടീഷൻസ് കാരണം അമേരിക്കയിലെ ഓയിൽ പ്രൊഡക്ഷനും സപ്ലൈ ചെയിനും ഡിസ്റപ്റ്റഡ് ആണ്. ഇതൊക്കെ കൊണ്ട് തന്നെ നമ്മൾ നോക്കുമ്പോൾ ഏതാണ്ട് ബ്രന്റ് $68.68 പെർ ബാരൽ പ്ലസ് 1.6% ആയിരുന്നു എന്നുള്ളതാണ്. പിന്നെ കറൻസി മാർക്കറ്റിൽ ഒന്ന് പറയേണ്ട കാര്യം വെച്ചാൽ US ഒഫീഷ്യലി പറഞ്ഞേക്കുന്നു ജാപ്പനീസ് യെന്നിനെ സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങൾ ഒന്നും തന്നെ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതായത് US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് റീഅട്രേറ്റ് ചെയ്തിരിക്കുന്ന സ്ട്രോങ് ഡോളർ പോളിസിയാണ് ഞങ്ങൾക്കുള്ളത്. അതിൽ യെന്നിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രശ്നമേ അവിടെ ഉദിക്കുന്നില്ല എന്നൊരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം പറഞ്ഞതോടുകൂടി ഇന്നലെ ദാറ്റ് ട്രിഗേർഡ് സെല്ലിംഗ് ഇൻ യെൻ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ചെറിയ രീതിയിൽ ആ 3-day റാലി ഒന്ന് സ്നാപ്പ് ചെയ്തിട്ട് യെൻ ഒന്ന് താഴേക്ക് വന്നു. ബട്ട് ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ പല അനലിസ്റ്റുകളും പറയുന്നത് യെൻ കണ്ടിന്യൂസ് ടു ബി സ്ട്രോങ് ഇൻ സ്പൈറ്റ് ഓഫ് ദിസ് ഫോൾ എന്ന രീതിയിലാണ് പറയുന്നത് എന്നുള്ള ഒരു അൺകൺഫേംഡ് റിപ്പോർട്ട്സ് പറയുന്നതെന്ന് വെച്ചാൽ ദോ ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങളാണ് ഫ്രണ്ടിൽ നിൽക്കണമെങ്കിലും ഇന്ത്യ US ട്രേഡ് ഡീൽ ഈസ് ഓൾമോസ്റ്റ് നിയറിംഗ് ടു കംപ്ലീഷൻ. ഇറ്റ് ക്യാൻ കം എനി ടൈം ഒരു മാർക്കറ്റ് റൂമർ കേൾക്കുന്നുണ്ട്. ഐ എം നോട്ട് ഷുവർ അബൌട്ട് ഇറ്റ്. നമുക്ക് ഒരു എവിഡൻസും ഇല്ല, എംപിരിക്കൽ എവിഡൻസും ഇല്ല. ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം. നിഫ്റ്റിയെ സംബന്ധിച്ച് ഇത്രയും ദിവസമായിട്ട് ഷോർട്ട് കവറിംഗ് റാലി നമ്മൾ പറഞ്ഞിരുന്നു. നിഫ്റ്റിയിൽ ഒരു ഷോർട്ട് ഉണ്ട് എന്നുള്ളത്. 92% ഇൻഡെക്സിൽ ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൽ FIS ഷോർട്ടായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതേതാണ്ട് ഇപ്പോൾ കുറഞ്ഞ് 87% ആയി ഷോർട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. മാർക്കറ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽ 25,440 ആണ്. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യോ സബ്സ്റ്റാൻഷ്യലി എന്നാണ് നമ്മൾ നോക്കേണ്ടത് എന്നുള്ളൊരു കാര്യം. ഒരു ഇൻഫർമേഷൻ പല കമ്പനികളുടെയും FII ട്രേഡിംഗ് ഡെസ്കിൽ നിന്ന് കിട്ടുന്ന ഒരു ഇൻഫർമേഷൻ, കഴിഞ്ഞ ആഴ്ച ഒരു ലാർജർ സോവറിൻ ഫണ്ടിന്റെ ഒരു സെല്ലിംഗ് ഉണ്ടായിരുന്നു. അതായത് ഏതോ ഒരു രാജ്യത്തിന്റെ സോവറിൻ ഫണ്ട് ഇന്ത്യൻ മാർക്കറ്റിൽ നല്ല രീതിയിൽ സെല്ല് ചെയ്തിരുന്നു എന്നുള്ളതാണ്. ജസ്റ്റ് 2 days ടു ഗോ ടു ബഡ്ജറ്റ്. ഇന്ന് പാർലമെന്റിൽ ഈ പറയുന്ന പോലെ നമ്മുടെ എന്താ പറയുക എക്കണോമിക് സർവേ ഫോർ FY26 പ്ലേസ് ചെയ്യുന്നതാണ്. അതിൽ നിന്ന് പല ക്യൂസും നമുക്ക് കിട്ടും. അതിൽ ബഡ്ജറ്റിന്റെ നമ്പേഴ്സ് ഒന്നും ആയിരിക്കില്ല, ഗവൺമെന്റിന്റെ ഒരു ഔട്ട്ലുക്കാണ്. അതായത് എന്താണ് ഗ്രോത്ത്, എന്താണ് ഇൻഫ്ലേഷൻ, എങ്ങനെയാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനെ കാണുന്നത്, എങ്ങനെയാണ് എക്സ്റ്റേണൽ എൻവയോൺമെന്റ്, എങ്ങനെയാണ് ജോബ്സിന്റെ കാര്യം ഇങ്ങനെയൊക്കെയുള്ള ഒരു അസസ്മെന്റ് FY26 കുറിച്ചും FY27 ഒരു എക്സ്പെക്ടേഷനും ഗവൺമെന്റ് എക്കണോമിക് സർവേയിലൂടെ ഇന്ന്
പാർലമെന്റിൽ ടേബിൾ ചെയ്യും. ഇന്ന് അത് വന്നതിന് ശേഷം കൂടുതലും ബഡ്ജറ്റ് ആയിട്ടുള്ള നമ്മളെ പോലത്തെ ആൾക്കാർ ഡിസ്കസ് ചെയ്യുന്നത് അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും. പക്ഷേ ഇത് നാളെ ഞായറാഴ്ച നടക്കാൻ പോകുന്ന ബഡ്ജറ്റായിട്ട് ബന്ധമൊന്നുമില്ല. ബട്ട് ഒരു എക്സ്പെക്ടേഷൻ ഗവൺമെന്റ് എങ്ങനെ കാര്യങ്ങൾ കാണുമോ എന്നുള്ളതാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് അതിനകത്ത് നിന്ന് കിട്ടുന്ന പോയിന്റ്സ് വെച്ചിട്ടായിരിക്കും ബഡ്ജറ്റിൽ എന്തൊക്കെ ഉൾപ്പെടുത്താം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇന്ന് വരുന്നതോടുകൂടി നാളെ ആ പേപ്പർ നമുക്ക് ഓപ്പണിംഗ് അവേഴ്സിൽ ഇതേപോലെ ഡിസ്കസ് ചെയ്യാനുള്ള ഒരു ചാൻസ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ഞാൻ ഇൻവെസ്റ്റേഴ്സിനോട് പറയുന്നത്, നമ്മൾ ഈ നിഫ്റ്റി എന്ന് പറയുന്ന ആ ഒരു മാനസികാവസ്ഥ മനസ്സിൽ നിന്ന് മാറ്റി കുറച്ചുകൂടെ ഉള്ളിലേക്ക് ചെന്ന് സ്റ്റോക്സും സെക്ടേഴ്സിൻ്റെയും ഇൻഡിവിജ്വൽ വാല്യുവേഷനും പ്രൈസിങ്ങും കമ്പയർ ചെയ്ത് വേണം മേടിക്കാൻ. ഈ ഇൻഡെക്സും നോക്കി മാർക്കറ്റ് കയറിയോ ഇല്ലേന്ന് നോക്കി നമ്മൾ ഈ പറയുന്ന പോലെ ദുഃഖിച്ചിട്ടോ സന്തോഷിച്ചിട്ടോ കാര്യമില്ല. അത് അതിൻ്റെ വഴി തന്നെ പോകും. ചില സമയങ്ങളിൽ നിഫ്റ്റി ഡൗൺ ആയിരിക്കുന്ന ദിവസമായിരിക്കും നമ്മുടെ സ്റ്റോക്സ് ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്യുന്നതെന്നുള്ളത്. അതിലേക്ക് നമുക്ക് എങ്ങനെ എത്താം എന്നുള്ളത് നിങ്ങളെ ഓരോരുത്തരും അതിനായി പരിശ്രമിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ രീതിയിലേക്ക് നിങ്ങളുടെ ചിന്താഗതിയെ മാറ്റിയെടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഓവർ ടു വിഷ്ണു. ഏതായാലും നമ്മുടെ ഇന്നത്തെ ഒരു ഓപ്പണിംഗ് അവേഴ്സിൻ്റെ എപ്പിസോഡ് ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കണം. ഇനി ബഡ്ജറ്റിനാകെ 2 ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഏതായാലും ബഡ്ജറ്റ് ഡേ അതായത് ഞായറാഴ്ച ട്രേഡിംഗ് ദിനമായിരിക്കും. അന്ന് നമ്മൾ മൈഫിൻ തന്നെ നമ്മൾ 8:30 മുതൽ അല്ലെങ്കിൽ 8 മുതൽ 8:30 മുതലൊക്കെ ആരംഭിച്ച് വൈകുന്നേരം വരെ നമ്മൾ ലൈവായിട്ട് മാർക്കറ്റിൻ്റെ അപ്ഡേറ്റ്സ് കൂടാതെ ബഡ്ജറ്റ് റിലേറ്റഡ് ഷോസൊക്കെ ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാ പ്രേക്ഷകരും അത് ഞങ്ങളുടെ കൂടെ കാണണം. അപ്പോൾ നമ്മൾ ഈ ഒരു ഷോ വൈൻഡപ്പ് ചെയ്യുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത എല്ലാ സ്റ്റോക്കും നമ്മൾ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമുള്ളതാണ്. നിക്ഷേപം നടത്തുന്നതിന് മുമ്പ് സ്വയം പഠിക്കുക. ഒപ്പം സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് പോലുള്ള ഒപ്പീനിയൻ തേടിയതിന് ശേഷം മാത്രം നിക്ഷേപിക്കുക. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് നമ്മുടെ റിസർച്ച് ടീം അടുത്ത മണിക്കൂറിലൊക്കെ ജോയിൻ ചെയ്യുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺ. നന്ദി, നമസ്കാരം. Opening hours with MyFin.